അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അധികം ചേരുവകളൊന്നും ഇല്ലാതെ 3 ചേരുവ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ദോശയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നല്ലവണ്ണം കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഒരു 3 മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാലും മതി. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലോണം ഇത് കുതിർന്ന് കിട്ടുന്നതാണ്. ഇത് നമുക്ക് കുതിർന്നിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. അരി നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്. എന്നിട്ട് വെള്ളം വേണ്ട, വെള്ളം ഇല്ലാതെ നമുക്ക് അരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയാണ് അത് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ ഇതിൽ വെള്ളം കൂട്ടരുത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള തൈര് അതിട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് അരച്ച് വരാം. അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആ ബൗളിലോട്ട് തന്നെ ഇതിനൊഴിച്ച് കൊടുക്കാം. നല്ല നൈസായിട്ട് അരയേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. സ്പൂൺ വെച്ച് കലക്കുമ്പോൾ ഇങ്ങനെ സ്പൂണിൻ്റെ ഇടയിൽ നിൽക്കണം. ഈ കട്ടിക്കാണ് അരച്ചെടുക്കേണ്ടത്. ഒട്ടും തന്നെ വെള്ളമൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, തൈരിൻ്റെ വെള്ളം മാത്രം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണേലും ചേർക്കാം. ഒരു 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഇതിലുള്ള റവയൊക്കെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോഴേക്കും നമുക്ക് അതിനുള്ളൊരു ചട്നി റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു ഉണ്ട പുളി, പിന്നെ കുറച്ച് കാഷ്നട്ട്, ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതിനിട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് അരച്ച് വരാം. അങ്ങനെ അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിനൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് 2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അത് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ വരെ ചതച്ച മുളകും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ പകുതി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചട്നിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഉള്ളത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരിമാവിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കടുകെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ. അപ്പോൾ നല്ല റവയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. ഒരു കടായി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സ്റ്റീമർ എടുത്താലും മതി. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കണം. എല്ലായിടത്തും എണ്ണ ആക്കി കൊടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. വെള്ളം ചൂടാകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഒരു പാത്രം അടിയിൽ വെച്ച് കൊടുത്തിട്ട് നേരത്തെ എണ്ണ തടവിയിട്ടുള്ള പാത്രം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കണം. ചൂടായതിന് ശേഷമാണ് ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ഈ കലക്കി വെച്ചിട്ടുള്ള മാവിലോട്ട് 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനോ പൗഡർ ഉണ്ടെങ്കിൽ ഇനോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇത് പെട്ടെന്നൊന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഈ സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ല പഫി ആയിട്ട് കിട്ടാനും നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ ഇനോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് ഇത് മാറ്റാം.
ഇനി ചൂടൊക്കെ പോയതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് പഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോ ഒന്ന് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ലൈക്കും തന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇതുപോലത്തെ ഈസി റെസിപ്പികൾക്കായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യാൻ ഒന്ന് മറക്കരുത്.